ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. നാളെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ആ നീക്കത്തെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തുറന്നു കാട്ടുകയും അത് പൊതുജന മധ്യത്തിലേക്ക് എത്തുകയും തുടർന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള കൊള്ള വെളിച്ചത്ത് കൊണ്ടുവരുന്ന തരത്തിൽ ഒരു അന്വേഷണത്തിലേക്കുമൊക്കെ നീളാൻ കാരണമായത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടലാണ്. അതിന് കാരണമായത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോയപ്പോൾ അത് തന്റെ അനുമതിയോടുകൂടിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇതിനോടകം 6 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അതിനിർണായകമായ 2 രാഷ്ട്രീയ അറസ്റ്റുകളുമുണ്ട്. അത് മുൻ ദേവസ്വം പ്രസിഡന്റുമാരായിട്ടുള്ള എ പത്മകുമാറിന്റെയും ഒപ്പം തന്നെ എൻ വാസുവിന്റേതുമാണ്. രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഇവരൊക്കെ തന്നെ ജാമ്യാപേക്ഷയുമായിട്ട് കോടതികളെ സമീപിച്ചിട്ടുമുണ്ടെന്നാൽ ഇതിലൊന്നും തന്നെ തീരുമാനം ആയിട്ടില്ല. പത്മകുമാർ ഇന്ന് നൽകിയ ജാമ്യ ഹർജി അത് ഈ മാസം 8-ാം തീയതി പരിഗണിക്കാനായിട്ട് കൊല്ലം വിജിലൻസ് കോടതി മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള വിവരങ്ങൾ, കൂടുതൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ ഓരോ ഘട്ടത്തിലും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ SIT സമർപ്പിക്കുമ്പോൾ അതിൽ ഗുരുതരമായിട്ടുള്ള പല കണ്ടെത്തലുകളും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഓരോ ഘട്ടത്തിലും വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ, കൃത്യമായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയത്. മാത്രവുമല്ല, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകളിലൊക്കെ തന്നെ അതിഗുരുതരമായ രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഏറ്റവും ഒടുവിലെ ഹൈക്കോടതി ഈ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച ശേഷം പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഇത് അന്താരാഷ്ട്ര കൊള്ളയുടെ ഒരു ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിന്റെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കുറ്റവാളി, വിഗ്രഹക്കടത്തിന്റെ ഒക്കെ സൂത്രധാരനായിട്ടുള്ള സുഭാഷ് കപൂറിന്റെ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഈ മോഷണവുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അന്താരാഷ്ട്ര ശൃംഖലയ്ക്ക് ഇതിൽ ബന്ധമുണ്ടോ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ 2 ആഴ്ചയിലധികം സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ അന്വേഷണം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷമാണ് പത്മകുമാറിന്റെ ഉൾപ്പെടെയുള്ള അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ അതിനിർണായകമായിട്ട് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ തന്ത്രിമാരായ 2 പേരുടെ, കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും ഒക്കെ തന്നെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പത്മകുമാർ ഈ പറയുന്ന അന്വേഷണ സംഘത്തോട് നടത്തിയ ചോദ്യം ചെയ്യലിൽ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന തന്ത്രിമാരെ ചോദ്യം ചെയ്തത്. അദ്ദേഹം പത്മകുമാർ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ വളർത്തിക്കൊണ്ട് വന്നത് ശബരിമലയിലെ തന്ത്രിമാരാണ്. അവർക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും നേരത്തെ തന്നെ ബന്ധമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പത്മകുമാർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യ ഹർജിയിലും വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ എടുത്ത തീരുമാനം അത് തന്റെ വ്യക്തിപരമായ ഒരു തീരുമാനമല്ല. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നില്ല, മറിച്ച് ആ ഭരണസമിതിയുടെ കൂട്ടായ ഒരു ഉത്തരവാദിത്തമായിട്ടേ അത് മാറുകയുള്ളൂ. ഇക്കാര്യത്തിൽ എങ്ങനെ തന്നെ മാത്രം പഴിക്കാൻ കഴിയും, അന്വേഷണ സംഘത്തിന് തന്നെ മാത്രം എങ്ങനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമാണ് പത്മകുമാർ ഈ ജാമ്യ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് താൻ മാത്രമല്ല ഇതിനകത്ത് കുടുങ്ങേണ്ടത്, താൻ കുടുങ്ങുകയാണെങ്കിൽ മറ്റുള്ളവരും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ 2 അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസും ഒപ്പം തന്നെ വിജയകുമാർ, അത് 2 പേരും ഇതിനകത്ത് തുല്യ പങ്കാളികളാണ്, തുല്യ ഉത്തരവാദിത്വമുള്ളവരാണെന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, പറയുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രന്റെ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് വളരെ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം ഈ പറയുന്നത് പോലെ പത്മകുമാർ അന്വേഷണ സംഘത്തോടും ഒപ്പം തന്നെ തന്റെ ജാമ്യ ഹർജിയിലും
പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ അന്വേഷണത്തിൽ വലിയ നിർണായകമായ വഴിത്തിരിവായിട്ട് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നാളെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ ഒരു സമഗ്ര റിപ്പോർട്ട്, ഒപ്പം തന്നെ അതിൽ നിന്നും അന്വേഷണ സംഘം മനസ്സിലാക്കിയ കൂടുതൽ വിവരങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ള കൂടുതൽ തുറന്നു കാട്ടുന്ന തരത്തിലുള്ള ഇതിന്റെ അണിയറ കഥകൾ, ഉള്ളറകളൊക്കെ തന്നെ തുറന്നു കാട്ടുന്ന തരത്തിലുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ടായിരിക്കും ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഹൈക്കോടതി നാളെ എന്ത് നിലപാട് സ്വീകരിക്കും, ഈ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി നാളെ ഇറക്കാൻ പോകുന്ന ഇടക്കാല ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും എന്നതും വളരെ നിർണായകമാണ്. ഏതെങ്കിലുമൊക്കെ തന്നെ പുതിയ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കൊടുക്കുമോ? ഒപ്പം തന്നെ ഈ 2025 ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്ന ദേവസ്വം ബോർഡിനെ ഇക്കാര്യത്തിൽ പ്രതി ചേർക്കാത്തതിലോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാത്തതിലോ അറസ്റ്റ് ചെയ്യാത്തതിലോ ഉൾപ്പെടെ കോടതി എന്തെങ്കിലും തരത്തിലുള്ള നിരീക്ഷണങ്ങളോ പരാമർശങ്ങളോ നടത്തുമോ എന്നതുൾപ്പെടെ അന്വേഷണ സംഘത്തിനും ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിനും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും CPM-ന്റെ 2 പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ ജയിലിലാണ്. കൂടുതൽ അവരെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടാകുമോ? മാത്രവുമല്ല, ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ ചില നിർദ്ദേശങ്ങൾ ഇതിൽ നടത്തുമോ എന്നതും ഈ CPM-നെ സംബന്ധിച്ച് വലിയ അങ്കലപ്പോടെയാണ് അവർ നോക്കിക്കാണുന്നത്. നേരത്തെ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി തങ്ങളുടെ ഇടക്കാല ഉത്തരവിൽ ഓരോ ഗുരുതരമായ കാര്യങ്ങളും പറഞ്ഞിരുന്നു. നേരത്തെ വന്ന ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് 2025 നടന്നിരിക്കുന്ന സെപ്റ്റംബർ നടന്നിരിക്കുന്ന സ്വർണം പൂശൽ, അത് 2019 കൊള്ള മറയ്ക്കാനുള്ള ഒരു സ്വർണം പൂശലാണ് എന്നതാണ്. അതായത് ഇപ്പോൾ അധികാരം ഒഴിഞ്ഞിരിക്കുന്ന ദേവസ്വം ബോർഡിനും അതിൽ പങ്കുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ PS പ്രശാന്തിനെയോ അദ്ദേഹത്തിന്റെ ഒപ്പം അംഗങ്ങളായിരുന്നവരെയോ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ ഈ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതുകൊണ്ടൊക്കെ നാളെ റിപ്പോർട്ട് കോടതി പരിഗണിക്കുമ്പോൾ അതിനിർണായകമായ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന ഒരു നോക്കിക്കാണുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘവും. ഒപ്പം തന്നെ കേരളം ഒന്നാകെ അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായ ഒരു ദിനം കൂടിയാണ് നാളെ. ഒപ്പം തന്നെ കൂടുതൽ അവർക്ക് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ചോദിക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. കോടതിയെ അനുവദിച്ചു കൊടുത്ത സമയപരിധിയെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ ഈ അന്വേഷണം പൂർത്തിയാക്കുന്നതിനായിട്ട് കൂടുതൽ സമയം ഒരുപക്ഷെ അന്വേഷണ സംഘം ആവശ്യപ്പെടാനും സാധ്യതയേറെയാണ്.